1984 KG ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടിപ്പാലം മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റാണ്. ഒപ്പം മലയാളിക്ക് ആക്ഷേപഹാസ്യത്തിനുള്ള ഒരു വാക്കുകൂടിയായി ആ പേര് മാറി. ലോകത്ത് എവിടെ പാലം തകർന്നാലും പഞ്ചവടിപ്പാലത്തെ കൂട്ടുചേർത്ത് നമ്മൾ അങ്ങ് പറയും. പറഞ്ഞു വരുന്നത് ബീഹാറിലെ പഞ്ചവടിപ്പാലങ്ങളെ കുറിച്ചാണ്. ഒരാഴ്ചക്കിടെ 3 പാലങ്ങളാണ് തകർന്നു വീണത്. അതിലൊന്ന് നിർമ്മാണത്തിലിരിക്കുന്നതും ഒന്ന് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നതുമായിരുന്നു. വ്യാപക വിമർശനമാണ് ബീഹാറിലെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ഉയരുന്നത്. ജീന മട്ടന്നൂർ നൽകും ഇതിന്റെ വിവരങ്ങൾ. വരൂ ജീന. ഹായ്. അതായത് നമുക്കൊരു പഞ്ചവടിപ്പാലമുണ്ട്. ഏതാണത്? പാലാരിവട്ടം പാലം. ഇത് അതുക്കും മേലെ ഒരാഴ്ചയിൽ 3 പാലങ്ങൾ തകരാന്ന് പറഞ്ഞാൽ എന്താ ബീഹാറിലെ സ്ഥിതി? അതാണ് റോഷി. പഞ്ചവടിപ്പാലം കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. അതിൽ കണ്ട നമ്മൾ ഈ ക്ലൈമാക്സ് കണ്ട സീനുണ്ടല്ലോ, അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സീന്. അതും 1, 2 അല്ല 3 പാലം. അത് ഒരാഴ്ചക്കുള്ളിലാണ് ഈ 3 പാലം തകർന്നിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ പറയുമ്പം ഭയങ്കര കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ ട്രോൾ ആയിരിക്കും. പക്ഷെ അതിന്റെ ഭീകരാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിന്റെ ഭരണ നേട്ടത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? റോഡ്, പാലം, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഒരാഴ്ചക്കിടെ ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തകർന്നു വീഴുന്നു, നിർമ്മാണത്തിലിരിക്കുമ്പോൾ തകർന്നു വീഴുന്നു. ചില വിഷ്വലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒരു കമ്പി പോലും ഇല്ല. ഫുൾ സിമെന്റ്. കമന്റ്സ് അങ്ങനെയാണ് വരുന്നത്. ഫുൾ സിമെന്റ് കൊണ്ട് മാത്രം നിർമ്മിച്ച പാലമാണ് പഞ്ചവടിപ്പാലമാണ്. അത് അങ്ങനത്തെ ഭീകരമായിട്ടുള്ള ദൃശ്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് തകർന്നിട്ടുള്ളത് ബീഹാറിലെ കിഴക്കൻ ചമ്പാര ജില്ലയിലെ മോത്തിഹാരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ RWD കനാലിന് കുറുകെയായിട്ട് നിർമ്മിക്കുന്ന ഒരു പാലമാണ് തകർന്നു വീണത്. ഏകദേശം 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം വരുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ അത് തകർന്നു വീണു. ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം സിവാൻ ജില്ലയിൽ അതും കനാലിന് കുറുകെയുള്ള ഒരു പാലം തന്നെയായിരുന്നു. അതും സമാനമായ രീതിയിൽ തന്നെ തകർന്നു വീണ്. ജൂൺ 18-ന് അതാണ് അരാരിയ ജില്ലയിൽ ഇപ്പൊ റോഷ്നി പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പാണ് ആ പാലം. അതിന്റെ ദൃശ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭീകരമായിട്ടുള്ള ദൃശ്യമാണ്. അതിനകത്ത് ഒരു തകർന്നു വീഴുന്ന പാലത്തിൽ നമ്മൾ ഒരു കമ്പി പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുഴുവൻ സിമെന്റ് മാത്രമാണ്. അങ്ങനത്തെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം റോഷ്നി ആ ദൃശ്യം കാണുമ്പോൾ തന്നെ അതാണ് ആ ദൃശ്യം തന്നെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇത് അരാരി ജില്ലയിൽ നിന്നുള്ള വിഷയമാണെന്നാണ് തോന്നുന്നത്. ഇത് ഒരുപാട് കോടികൾ ചെലവാക്കിയിട്ടുള്ള പാലമാണ്. 120 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു പാലമാണ് ഈ വെള്ളത്തിൽ പോയിട്ടുള്ളത്. കമന്റ്സും അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ അറിയാലോ, ഇപ്പൊ പാലാരിവട്ടം പാലമൊക്കെ വന്നപ്പോഴത്തേനും എന്തുമാത്രം അത് വാർത്തയായി. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബീഹാറിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കട്ടെ, റിയാസ് രാജിവെക്കട്ടെ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അത് മാപ്രകൾ ആഘോഷമാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലെ നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം എടുക്കുവാണെങ്കിൽ കൂടെ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. അതിപ്പം ചില ഓൺലൈൻ മീഡിയകളിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചില കമന്റ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ റോഷ്നി, ബീഹാറിൽ ഇത് തുടർക്കഥയാണല്ലോ. 2-3 വർഷം മുൻപ് 1000 കോടി രൂപയ്ക്ക് മുകളിൽ തുക മുടക്കി പണിത അവിടെയുള്ള ഏറ്റവും വലിയ പാലം ഉദ്ഘാടനം നടക്കും മുൻപ് തകർന്നു വീണു. ഇതേ സ്ഥലത്ത് അതിനു മുൻപ് 800 കോടി മുടക്കി മറ്റൊരു പാലം പണിതതും പൊളിഞ്ഞു വീണു. അതേ സ്ഥലത്താണ് വീണ്ടും 1000 കോടിയോളം രൂപ മുടക്കി പാലം പണിതത് പൂർത്തിയാകും മുമ്പ് അതും പൊളിഞ്ഞു വീണു. ഇനി അതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ കാണുന്ന ചില കമന്റ്സ്. ഇന്ന് BJP സപ്പോർട്ട് ചെയ്യുന്ന നിതീഷ് കുമാർ അന്ന് ബീഹാർ CM ആണ്. പുള്ളി നേരത്തെ ഇന്ത്യ മുന്നണിയിലായിരുന്നു, ഇപ്പോൾ BJPയിലേക്ക് ചാടിയത് ഇതൊക്കെ പേടിച്ചിട്ടാണോ എന്ന് നമുക്ക് സംശയമില്ലാതില്ല. മറുകണ്ഠം ചാടുകയാണെങ്കിൽ ഇപ്പൊ കെജ്രിവാളൊക്കെ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും. അങ്ങനെ ചില രാഷ്ട്രീയ മാനങ്ങളും ഇതിന് ചില ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ട്രോളാണ്, ആഘോഷമാണെങ്കിൽ പോലും വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ വെറുതെ വിടാൻ അധികൃതർ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ പാലാരിവട്ടത്ത് അതിന്റെ ആ കേസിലൊക്കെ ED വരെ വന്നതാണ്. അതെ, ED വരെ വന്ന് അങ്ങനെ വ്യാപകമായ ഒരു അന്വേഷണമൊക്കെ നടന്നിട്ടുള്ള ഒരു കേസ് കൂടി ആയതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ വ്യാപകമായ വിമർശനവും ഒക്കെ വരുമ്പോഴും ചില വാർത്തയുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തകർന്നു വീണ പാലത്തിന്റെ തൂണ് നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ നാട്ടുകാരായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ തൂണ് നിർമ്മിക്കുന്നത് ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള നാട്ടുകാരുമായിട്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അട്ടിമറി ജനങ്ങളുടെ ഇടപെടലുണ്ടോ, നാട്ടുകാർ എന്തെങ്കിലും തരത്തിൽ ഇത് കൈവച്ചിട്ടുണ്ടോ, അങ്ങനത്തെ അന്വേഷണങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ജീന. താങ്ക് യു ജീന. ഓക്കെ, മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം.